കശ്മീരിൽ 6 തീവ്രവാദികൾ 29 പേരുടെ ജീവനെടുത്തു. സത്യത്തിൽ ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിന്ന് അവരെ നേരിടേണ്ടതാണ്. പാകിസ്ഥാൻ ഇതിൽ പങ്കുണ്ട് എങ്കിൽ പാകിസ്ഥാനെതിരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് എന്തിനും ഞങ്ങളൊപ്പമുണ്ട്, ഇന്ത്യയിലെ ജനങ്ങളെ തൊട്ടവന്മാരെ ഒന്നും നിങ്ങൾ വെറുതെ വിടരുത്, സൈന്യത്തിന് ഊർജം പകർന്നുകൊണ്ട് സൈന്യത്തിന് കരുത്ത് പകർന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഈ സമയത്ത്. അതായത് ഏത് തീവ്രവാദി ആക്രമണം ഉണ്ടായാലും നമ്മുടെ രാജ്യം എടുക്കേണ്ട നിലപാട് അങ്ങനെയാണ്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ ഇസ്ലാമിക തീവ്രവാദികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വാക്ക് പോലും ഉപയോഗിക്കാത്തവരാണ് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും CPM-കാരും. കോൺഗ്രസ്സുകാരും CPM-മാരിലും ഒക്കെ പിന്നെ KC വേണുഗോപാൽ, VD സതീശൻ, റോബർട്ട് വാദ്ര, പിന്നെ എന്താ പറയുക, നമ്മുടെ CPM ദേശീയ സെക്രട്ടറി MA ബേബി ഉൾപ്പെടെയുള്ളവർ പറയുന്നത് കശ്മീരിൽ സുരക്ഷ നൽകാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞില്ല, ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൽ എല്ലാവരും നിരാശരാണ്, അതുകൊണ്ടാണ് ഈ ആക്രമണം നടന്നത് എന്നൊക്കെയാണ്. എൻ്റെ ബേബി സാറേ, നിങ്ങൾക്ക് പാർട്ടിയിലെ ഒരു സ്ഥാനം കൃത്യമായിട്ടില്ല, ഒരു പേര് മാത്രമേ ഉള്ളൂ. നിങ്ങളാണ് ഈ കിടന്ന് ഈ വർത്താനം പറയുന്നതെന്ന് ആലോചിച്ച് കാര്യം അറിഞ്ഞ് സംസാരിക്കും മനുഷ്യ. ഇല്ലെങ്കിൽ നാട്ടുകാരെടുത്തിട്ട് ട്രോളുമ്പോൾ അത് പറഞ്ഞിരുന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ ജിതിൻ ജേക്കബ് എന്ന് പറയുന്ന ഒരാളിട്ടിരിക്കുന്ന പോസ്റ്റ് ഇങ്ങനെയാണ്: കശ്മീരിലെ ജനങ്ങൾക്ക് തീവ്രവാദികൾക്കെതിരെ തെരുവിലിറങ്ങിയത് കണ്ട ഏറ്റവും കൂടുതൽ ഞെട്ടലുണ്ടായത് പാകിസ്ഥാനും മീഡിയ വണ്ണിനുമല്ല, CPM-ന്റെ അഖിലേന്ത്യാ സെക്രട്ടറി കുണ്ടറ ബേബിക്കാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയത് കൊണ്ട് നിരാശരായത് കശ്മീർ ജനതയല്ല, അവരല്ല മതം നോക്കി നിരപരാധികളെ ഭീകരാക്രമണം നടത്തി കൊന്നത്. പാകിസ്ഥാൻ തീവ്രവാദികൾ ഇന്ത്യയിൽ കയറി നിരപരാധികളെ മാത്രം മതം നോക്കി ആക്രമിച്ച് കൊലപ്പെടുത്തിയതും ആർട്ടിക്കിൾ 370 തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? ഇനി കശ്മീരിൽ ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിൻ്റെ പ്രതിഷേധമാണെങ്കിൽ തന്നെ അവിടെ വരുന്ന നിരപരാധികളെ മതം നോക്കി പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നതാണോ? എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നട? ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, ഞാനത് പറയുന്നില്ല. നിനക്ക് പാകിസ്ഥാനിലെ ഇസ്ലാമിക തീവ്രവാദികൾ കശ്മീരിൽ നുഴഞ്ഞു കയറി വിനോദസഞ്ചാരത്തിന് വന്ന നിരപരാധികളായ മനുഷ്യരെ വസ്ത്രങ്ങൾ അഴിച്ച് മതം ഉറപ്പിച്ച ശേഷം പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നതിൻ്റെ മരവിപ്പിൽ രാജ്യം മുഴുവൻ നിൽക്കുമ്പോഴും ഇമാതിരി വർത്തമാനം പറയാൻ ഈ ഡാഷ് ഒക്കെ എങ്ങനെ സാധിക്കുന്നുവോ ആവോ? ഈ ഡാഷ് ഉള്ളിലുള്ള വിഷം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ത്യക്കെതിരെ ഏത് തീവ്രവാദി ആയുധമെടുത്താലും, തീവ്രവാദികൾ നിരപരാധികളെ കൂട്ടക്കൊല ചെയ്താലും, ഇത്തരം ഒരു ജീവിയുടെ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്, അവർക്ക് പിന്തുണയുമായി എത്തിക്കോളും. പണ്ട് ഇസ്ലാമിക തീവ്രവാദികൾ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയപ്പോൾ ഇസ്ലാമിക തീവ്രവാദികളെ വെള്ളപൂശാൻ വേണ്ടി ജോസഫ് മാഷിനെ വിഡ്ഢി എന്ന് വിളിച്ച ഊള ആയതുകൊണ്ട് ഇതിൽ അത്ഭുതമൊന്നുമില്ല. എന്തായാലും ബേബി നിരാശനാണ്. കശ്മീരി ജനത തീവ്രവാദികൾക്കെതിരെ തെരുവിലിറങ്ങിയത് ബേബിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ തെരുവിലിറങ്ങിയ കശ്മീരി ജനതയെ വിഡ്ഢികൾ എന്ന് വിളിക്കാതിരുന്നാൽ ഭാഗ്യം. ഇത്തരം ക്യാൻസറുകളെ ചുമക്കേണ്ടി വരുന്നത് ഇന്ത്യയുടെ സഹിഷ്ണുതയല്ല, ദൗർബല്യം തന്നെയാണ് എന്നാണ് ജിതിൻ ജേക്കബ് തൻ്റെ ഫേസ്ബുക്കിലൂടെ കുറിക്കുന്നത്. അദ്ദേഹം കൃത്യമായ കാര്യങ്ങൾ, ഒരു പക്ഷത്ത് നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരാളായി എനിക്ക് ജിതിൻ കെ ജേക്കബിനെ തോന്നിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം പലപ്പോഴും കൃത്യമായ ശ്രീജിത്ത് പണിക്കരൊക്കെ പറയുന്നത് പോലെ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിൻ്റെ പേരിൽ മതം ചോദിച്ച് എന്തിനാ ബേബി സാറേ നിരപരാധികളായ കശ്മീരിൽ തീർക്കാനായി തീവ്രവാദികൾ വരുന്നത്? ആർട്ടിക്കിൾ 370 റദ്ദാക്കിയെങ്കിൽ അതിൻ്റെ പേരിൽ അവിടെ ആക്രമണം നടത്തി അതിൻ്റെ പേരിൽ കശ്മീരിൽ അശാന്തത സൃഷ്ടിക്കണ്ടേ? അല്ലാതെ ഈ സൈനികരുടെ ശ്രദ്ധ കുറച്ച് കുറവുള്ള മേഖലയിൽ വന്ന് അവിടെ കുതിര ട്രാക്കിംഗ് ആണ് അവിടുത്തെ ഏറ്റവും പ്രധാന വിനോദസഞ്ചാരം എന്ന് പറയുന്നത്. ആ സ്ഥലത്തെത്തി അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് വഴികളുണ്ട് എന്നാണ് പറയുന്നത്. അതായത് നിമിഷ നേരം കൊണ്ട് 29 പേരുടെ ജീവൻ എടുത്തിട്ട്
കാഫിർ ചൊല്ലിച്ചിട്ട് കലീമ ചൊല്ലിച്ചിട്ട് അതിനുശേഷം വസ്ത്രമഴിച്ച് പരിശോധന നടത്തിയിട്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഓരോന്നിനെ ഒരു കൂസലുമില്ലാതെ വെടിവെച്ച് കൊന്ന, ഒരു കൂസലുമില്ലാതെ നുഴഞ്ഞു കയറി ഭീരുക്കളെപ്പോലെ ഒളിച്ചിരിക്കുന്ന ആ ഭീകരവാദികളെ വെള്ള പൂശാൻ ആരിറങ്ങിയാലും ഇന്ത്യയിലെ നല്ലവരായ ഒരു മുസൽമാനും അത് അംഗീകരിച്ച് തരില്ല. നിങ്ങളിവിടെ ഇസ്ലാമിക തീവ്രവാദികൾ എന്ന് പറയാൻ ഭയപ്പെടുന്നുണ്ട് എങ്കിൽ പല മുസ്ലിം ആളുകളുടെയും പല നല്ലവരായ മുസ്ലിം സഹോദരങ്ങളുടെയും, ഇന്ത്യയിലെ മുസ്ലിങ്ങളിൽ എല്ലാവരും നല്ലവരായ മുസ്ലിങ്ങൾ തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. അവർ ഈ മുഹമ്മദ് സനൂഫ് എന്ന് പറയുന്ന ചില നാറികളെപ്പോലുള്ളവരെ അല്ല ഞാൻ പറയുന്നത്. ഈ മരണത്തിൽ അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഉള്ളുരുകി നൊന്ത് കരയുന്ന, സത്യത്തിൽ അവരെ വെറുതെ വിടരുത് എന്ന് കേന്ദ്ര സർക്കാരിനോട് അപേക്ഷിക്കുന്ന നിരവധി മുസ്ലിങ്ങളുണ്ട്. എന്തിനാണ് ഞങ്ങളുടെ പേരില്ലാതാക്കാൻ, ഞങ്ങളുടെ രാജ്യത്തെ തീർക്കാൻ ഇവന്മാർ ഇങ്ങനെ കച്ചകെട്ടി നടക്കുന്നത്? ഈ പാകിസ്ഥാൻ എന്ന രാജ്യമേ വേണ്ട എന്ന് പറയുന്ന എത്രയോ മുസ്ലിങ്ങളുണ്ട്. കാരണം ഇന്ത്യയിൽ അവർ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുകയാണ്, ഇന്ത്യയിൽ അവർക്കൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ പറയുമായിരിക്കും മുർഷിദാബാദിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പള്ളികളിൽ ഹിന്ദുക്കൾ കയറി മുസ്ലിങ്ങളെ ആക്രമിച്ചു. ആക്രമണങ്ങളൊക്കെ പലയിടത്തും ഉണ്ടാകുന്നുണ്ട്. ഗോദ്ര കലാപം ഉണ്ടായതിൻ്റെ സാഹചര്യത്തിലാണ് ഗുജറാത്ത് കലാപം ഉണ്ടായത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ എന്താ പറയുക, ഓരോ ഹിന്ദുക്കളുടെ പരിപാടി നടക്കുമ്പോഴും മുസ്ലിങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മുസ്ലിങ്ങളുടെ പരിപാടി നടക്കുമ്പോൾ ചിലപ്പോൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പ്രശ്നമില്ല എന്ന്, പക്ഷേ അത് തീവ്രവാദമല്ല, അത് തീവ്രവാദമല്ല. ആ പ്രശ്നങ്ങൾ അത് ഇന്ത്യയിലെ ജനങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനും ഇവിടെ നട്ടലിനും ചങ്കുറപ്പുമുള്ള ഒരു സർക്കാരുണ്ട്. മതം പറഞ്ഞുകൊണ്ട് ഇവിടെ തമ്മിത്തല്ലി ചാകുന്നില്ല ആരും. മതം പറഞ്ഞുകൊണ്ട് ആരും ആരെയും അടിച്ച് ഉപദ്രവിച്ച് കൊന്നു തീർക്കുന്നില്ല ഇവിടെ. ഇത് ഇന്ത്യയാണ് മനുഷ്യ. ഈ ഇന്ത്യയിൽ നിങ്ങൾക്കിതൊക്കെ പറയാൻ കഴിയുന്നത് ഇന്ത്യ എന്ന മഹാരാജ്യമായതുകൊണ്ടാണ്. പാകിസ്ഥാനിലേക്കൊന്ന് പോകൂ. ഒരു യൂട്യൂബർ എന്ന് പറയുന്നു മോദിജി ഇവരെ ആരെയും വെറുതെ വിടരുതെന്ന്. അതായത് അയാൾ അവിടെ ഇരുന്നു കൊണ്ട്, പാകിസ്ഥാനിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യയെക്കുറിച്ച് നല്ല വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അയാളെ നാട് കടത്തി അവിടെ നിന്ന്. അതാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം. അവിടെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളുടെ അവസ്ഥ എന്താണ്? ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? തീവ്രവാദത്തെ തീവ്രവാദം എന്ന് തന്നെ പറയണം. അത് ഇസ്ലാമിക തീവ്രവാദമാണെങ്കിൽ ഇസ്ലാമിക തീവ്രവാദം എന്ന് തന്നെ പറയണം. ഇരട്ടത്താപ്പ് കാണിക്കുന്നത് 4 വോട്ടിന് വേണ്ടിയാണെങ്കിൽ അത് പിതൃശൂന്യത എന്ന് മാത്രമേ പറയാനുള്ളൂ.